ശബരിമല വിഷയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? അല്ല, അയ്യപ്പൻ്റെ തിരുനടയിലെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി പൊളിച്ചെടുത്തിട്ടും അതിന് ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ കൂടെ നിന്നിട്ടും അവിടെ നല്ല CCTV ക്യാമറ സംവിധാനം ഉണ്ടായിട്ടും ഇവിടെ ഇത്രയും കേമനാണ് എന്ന് അവകാശപ്പെടുന്ന, പ്രഗത്ഭനാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയുടെ കസേരയും ഒരുപോലെ കൈകാര്യം ചെയ്തിട്ടും വളരെ പരിണിതപ്രജ്ഞരും അറിവും പ്രാപ്തിയുമുള്ള പോലീസ് അധികാരികളുണ്ടായിട്ടും കേസ് പിടിക്കാൻ അറിയാത്തവർ, കേസ് ഏറ്റെടുത്താൽ വിജയിപ്പിക്കാൻ അറിയാത്തവരല്ല കേരളത്തിലെ പോലീസ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ക്രിമിനോളജി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന വളരെ കഴിവും പ്രാപ്തിയുമുള്ള പോലീസ് സംവിധാനം ഉണ്ടായിട്ടും ഇവിടെ ഒരു വാഹനം കൊണ്ടു ചെന്ന് നിർത്തിയിട്ട് അതിൽ കട്ടിളപ്പാളി പൊളിച്ച് മാറ്റി അത് കൊണ്ടുപോകുന്നതും അവിടെ പകരം വസ്തു വയ്ക്കുന്നതും എല്ലാം അറിഞ്ഞത് ഭരണകൂടത്തിൻ്റെ സഹായം കൊണ്ടാണ്. ആ ഭരണകൂടത്തിൻ്റെ സഹായം കൊണ്ടാണ് ഇത്രയും സംഭവിച്ചത്. അപ്പോൾ ഹിന്ദു ക്ഷേത്ര വിശ്വാസത്തെ ഞങ്ങൾ തകർക്കും, അവിടുത്തെ ചൈതന്യത്തെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും, അവിടെ വിശ്വാസികളല്ലാത്ത കുലടകളായിട്ടുള്ള സ്ത്രീകളെ ഞങ്ങൾ മലയ്ക്കകത്തേക്ക് കൊണ്ടുപോകും, അതിന് ഞങ്ങൾ പോലീസിൻ്റെ യൂണിഫോമിൻ്റെ സഹായം തേടും. ഇതെല്ലാം അവർ തെളിയിച്ചു കൊടുത്ത് ശബരിമലയിലെ കഴിഞ്ഞ കാല ശബരിമലയെ പങ്കിലമാക്കാൻ പരിശ്രമിച്ചപ്പോൾ ഞങ്ങൾ പറയാണ് അത് പങ്കിലമായി. ആരാ പറയുന്നത്? അമ്പലത്തിൽ പോകുന്ന, നാമം ജപിക്കുന്ന, പ്രാർത്ഥിക്കാൻ അറിയാവുന്നവരാ പറയുന്നത് ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക് വിട്ടുകൂടെ? അപ്പോൾ ശരി, അവിടെ അയ്യപ്പനില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നതെങ്കിൽ അവരെ വരണ്ടെന്നേ. നിങ്ങളെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസമില്ലാത്തവരെ ഞങ്ങൾ ആരും അങ്ങോട്ട് ക്ഷണിക്കുന്നില്ല. പക്ഷെ ദേവസ്വം വകുപ്പ് മന്ത്രി, ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി, ആ മന്ത്രി ഭഗവാന്റെ മുന്നിൽ നിന്നുകൊണ്ട് കയ്യിൽ തീർത്ഥം കൊടുത്തപ്പോൾ ആ തീർത്ഥം താഴേക്ക് എറിഞ്ഞിട്ട് പറയാണ് ഞാൻ എങ്ങനെയുള്ള വെള്ളമൊന്നും കുടിക്കാറില്ല എന്നാണ് പറഞ്ഞത്. അത് മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞു. അപ്പം ഇങ്ങനെയുള്ള വെള്ളം കുടിക്കാത്ത ഒരാൾ ഭഗവാന്റെ തീർത്ഥം കയ്യിൽ വാങ്ങണ്ട, അവിടേക്ക് വരണ്ട. അവിടെ വിശ്വാസിയായിട്ടുള്ള ആളുകൾക്ക് വകുപ്പ് കൊടുക്കുക. എന്തിന്? ഈ ശബരിമല ഭരിക്കാൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഭരിക്കാൻ, അല്ലെങ്കിൽ ഏറ്റുമാനൂരപ്പനെ ഭരിക്കാൻ, ഈ ഈശ്വരന്മാരെയും ദേവീദേവന്മാരെ ഭരിക്കാൻ വേണ്ടിയിട്ട് അതിനോട് നീതി പുലർത്താൻ സാധിക്കുന്ന, ആ ആചാരങ്ങളോട് നീതി പുലർത്താൻ സാധിക്കുന്ന, നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ തള്ളിപ്പറയാത്ത മുന്നണിയിൽ തന്നെ ഉണ്ടല്ലോ വേറെയും ആളുകൾ. ആർക്കെങ്കിലും ആ വകുപ്പ് കൊടുക്കാമായിരുന്നു, അത് കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അപ്പോൾ ഭണ്ഡാരത്തിലെ കോടിക്കണക്കിന് രൂപയും വേണം, ദേവീദേവന്മാരുടെ ചൈതന്യത്തെ തകർക്കുകയും വേണം എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ കാര്യം ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത്. ഇതേ കാര്യം ക്രിസ്ത്യൻ സഹോദരന്മാർ പറഞ്ഞോട്ടെ, അത് അവരുടെ വിഷയം, അവർ പറയും. അവർ പറയാൻ പ്രാപ്തരായിട്ടുള്ള ആധ്യാത്മിക മേഖലയിൽ പ്രൗഢിയുള്ള ആളുകൾ അവരുടെ ഇടയിലുണ്ട്. എനിക്കതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാൻ അറിയില്ല. മുസ്ലിം പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ മതപണ്ഡിതന്മാരുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ക്ഷേത്രങ്ങളെ തകർക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു മിടുക്കൻ ഒരു പോസ്റ്റ് എഴുതിയിരുന്നു. അതിലെഴുതിയിട്ടുള്ളത് ഒരു തമാശയിലാണ്. അയാൾ പറഞ്ഞു, ഒരു ദിവസം രാവിലെ ഗുരുവായൂരപ്പൻ എണീറ്റിട്ട് കാടാമ്പുഴ ഭഗവതിയെ വിളിച്ചു. കാടാമ്പുഴ ഭഗവതിയെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ തിരുവാഭരണം എല്ലാം അവിടെ തന്നെ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവതി പറഞ്ഞു, കൃഷ്ണ, എൻ്റെ തിരുവാഭരണങ്ങളെല്ലാം തന്നെ ഞാൻ കഴുത്തിൽ അണിയാറ് വിശേഷ ദിവസങ്ങളിലാണ്. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അത് പരിശോധിച്ച് നോക്കുക തന്നെ വേണമെന്ന് ദേവി പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ദേവി ഒരു കാര്യം കൂടി പറഞ്ഞു, ഏറ്റുമാനൂരപ്പനൊന്ന് വിളിക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഏറ്റുമാനൂരപ്പനെ വിളിച്ചു. ഏറ്റുമാനൂരപ്പനെ വിളിച്ചപ്പോൾ പറഞ്ഞു, പകുതി പോയി കൃഷ്ണ എന്ന് പറഞ്ഞു. പകുതി പോയല്ലോ. അപ്പോൾ പകുതി പോയി എന്ന് പറഞ്ഞു. പൂർണ്ണത്രയേശനെ വിളിക്കാൻ പറഞ്ഞു. പൂർണ്ണത്രയേശൻ്റെയും വലിയ സ്വർണം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളത് അങ്ങനെ ബോധ്യപ്പെട്ടു, നമുക്കും ബോധ്യപ്പെട്ടു, ആധുനിക കേരളത്തിലെ ആളുകൾക്കും ബോധ്യപ്പെട്ടു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞാനല്ല ഈ എഴുത്തെഴുതിയത്, ഈ കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണത്രയേശൻ പറഞ്ഞു, നമുക്ക് ഉണ്ണി ഗണപതിയെ ഒന്ന് വിളിക്കായിരുന്നു. അപ്പോൾ ഗണപതിയെ വിളിച്ചു. ആരാ വിളിക്കുന്നത്? വടക്കുന്നാഥനാണ് വിളിക്കുന്നത്. വടക്കുന്നാഥൻ പറഞ്ഞു, ഉണ്ണി, നിൻ്റെ ആഭരണങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി പറഞ്ഞു, എല്ലാം ഇവർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താലോ വെച്ചാൽ എല്ലാം കൂടിയിട്ട് നമുക്ക് ബാങ്കിൽ വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മോനെ വേണ്ട കേട്ടോ, ആകെ സഹകരണ സംഘ കൊള്ളയാണ് നടക്കുന്നത് കേരളത്തിൽ. മുഴുവൻ പാവപ്പെട്ടവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ കൊണ്ടുപോയിട്ടുള്ള പൈസ വരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെയാണ് നമ്മുടെ ആഭരണങ്ങൾ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുക എന്ന് ഭഗവാനും ഭഗവതിയും പരസ്പരം ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എഴുതിയ കുറിപ്പ് ഞാൻ വായിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് ഇതല്ലേ സത്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ശ്രീപത്മനാഭനെ വിളിച്ചില്ലാന്ന് തോന്നുന്നു. അല്ല, ശ്രീ പത്മനാഭസ്വാമിയെ വിളിച്ച് ചോദിച്ചില്ല എന്നാണ് ആ കുറിപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അവിടെ ഞാൻ കരുതുന്നത് പട്ടാളം അവിടെ കാവൽ നിൽക്കുന്നത് കൊണ്ട് തൽക്കാലം എന്തായാലും പത്മനാഭസ്വാമിയുടെ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള 100% നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റും.